മറ്റാർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഈ ഭൂമിയുണ്ടായ നാൾ മുതൽ, മനുഷ്യനുണ്ടായ നാൾ മുതൽ ഇന്നുവരെ മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത കൃപാദാനമാകുന്നു നമുക്ക് ലഭിച്ചിരിക്കുന്നത്, സഭായുഗത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അധികം ഉപയോഗിക്കേണ്ട, ഏറ്റവും അധികം ശക്തമായിട്ട് ഉപയോഗിക്കേണ്ട കൃപാദാനമാകുന്നു അന്യഭാഷയിൽ സംസാരിക്കുക എന്നത്. നമുക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാർ സദാ നമ്മെ സഹായിക്കുവാൻ വേണ്ടി തൽപരരായി നിൽക്കുകയാണ്. എന്നാൽ ദൂതന്മാർ എപ്പോഴും സജീവമാകുന്നത്, അവരുടെ പ്രവർത്തനങ്ങളെ സജീവമാക്കുന്നത് ദൈവത്തിന്റെ ആജ്ഞപ്രകാരമാകുന്നു. അവന്റെ വചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാരായുള്ളവരെ അവിടെ ദൈവത്തിനാണ് ദൂതന്മാരോട് കൽപ്പിക്കുവാൻ കഴിയുന്നത്. അതിനാൽ ദൈവദൂതന്മാരെ സജീവമാക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത്, ഉപകരണം എന്ന് പറയുന്നത്, സ്പീക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അന്യഭാഷ വാചികമായ അത്ഭുതം, വോക്കൽ മിറക്കിൾ. അന്യഭാഷ ഒരു വോക്കൽ മിറക്കിളാകുന്നു, വാചികമായ അത്ഭുതമാകുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലാണ് മാനവകുലത്തിൽ ആദ്യമായിട്ട് മനുഷ്യർ അന്യഭാഷകളിൽ സംസാരിച്ചത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർ, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, ഏകദേശം 120ഓളം ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ ആദ്യമായിട്ട് അന്യഭാഷകളിൽ സംസാരിച്ചു. അന്യഭാഷയുടെ പ്രാധാന്യം എന്താണ്? ചിലർ കരുതുന്നു അന്യഭാഷ പറയുന്നത് കൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ, അതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് കരുതുന്നവരുണ്ട്. ഇത് കുറേ ഗളഗളഗള ശബ്ദമാകുന്നു, അർത്ഥമില്ലാത്ത ശബ്ദങ്ങളാകുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. സഭായുഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കൃപയാകുന്നു, കൃപാദാനമാകുന്നു, ഗിഫ്റ്റാകുന്നു അന്യഭാഷ. പഴയ നിയമത്തിൽ ആരും അന്യഭാഷയിൽ സംസാരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അന്യഭാഷ ബെൽസസറിൻ്റെ ഭിത്തിയിൽ എഴുതി കാണിച്ചു. മെനെ മെനെ തെക്കയിൽ ഫാർസീൻ എന്ന് എഴുതി കാണിച്ചു. അത് ദാനിയേൽ വന്ന് വ്യാഖ്യാനിക്കുകയുണ്ടായി. എന്നാൽ ദാനിയേൽ അവിടെ അന്യഭാഷകളിൽ സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പഴയ നിയമത്തിൽ ഒരു വ്യക്തി പോലും അന്യഭാഷകളിൽ സംസാരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ കാലയളവിൽ ആരും അന്യഭാഷയിൽ സംസാരിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നില്ല. യേശുക്രിസ്തു അന്യഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടോ? നമുക്ക് സുവിശേഷത്തിൽ അതിന് രേഖയില്ല. എന്നാൽ ചിലർ ചിന്തിക്കുന്നത്, ചിലർ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവാകുന്ന യേശുക്രിസ്തു ലാസറിൻ്റെ കല്ലറയുടെ അരികിൽ വന്ന സന്ദർഭത്തിൽ അവിടെ ഗ്രോണിങ് ഇൻ ദ സ്പിരിറ്റ്, അവിടുന്ന് യേശു കല്ലറയുടെ അരികിൽ എത്തിയതിനു ശേഷമായിട്ട് അവിടുന്ന് ഗ്രോണിങ് ഇൻ ദ സ്പിരിറ്റ് എന്നുള്ള ഒരു പദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 33-ാമത്തെ വാക്യത്തിൽ അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്തു കലങ്ങി. ഉള്ളം നൊന്തു കലങ്ങി എന്നത് ഇംഗ്ലീഷിൽ ഗ്രോണിങ് ഇൻ ദ സ്പിരിറ്റ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോമാലേഖനം അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇംഗ്ലീഷിൽ John chapter 11 and verse number 33. Therefore, when Jesus saw her weeping and the Jews who came with her weeping, he groaned in the spirit. Jesus groaned in the spirit and was troubled. ഈ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിലർ പറയുന്നത്. ഇവിടെ ഗ്രോണിങ് ഇൻ ദ സ്പിരിറ്റ് നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്ന റോമാലേഖനം അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിലാണ്. 8-ാമത്തെ അധ്യായത്തിൽ അവിടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ 26th verse, likewise the Spirit also helps in our weakness, for we do not know what we should pray for as we ought, but the Spirit himself makes intercession for us with groanings which cannot be uttered. ഈ ഗ്രോണിങ്സിനെ കുറിച്ച് ചിലർ പറയുന്നത് ഇത് അന്യഭാഷയിലുള്ള പ്രാർത്ഥനയെന്ന് ചിലർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ലാസറിൻ്റെ കല്ലറയുടെ അരികിൽ യേശുക്രിസ്തു ഹീ ഗ്രോൺഡ് ഇൻ ദ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചോ? അങ്ങനൊരു സന്ദേഹം മാത്രമാണ്, അങ്ങനൊരു കാര്യം മാത്രമാണ് ചില പണ്ഡിതന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ യേശുക്രിസ്തു
അവിടുത്തെ ശിഷ്യന്മാരോ അന്യഭാഷയിൽ സംസാരിച്ചതിന് രേഖകൾ ഇല്ല. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലാണ് സഭ സ്ഥാപിതമായ ആ ദിനത്തിൽ, സഭായുഗം ആരംഭിച്ച ആ ദിനത്തിൽ, അന്നാണ് ആദ്യമായിട്ട് മനുഷ്യർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയത്. സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാകുന്നു, ഏറ്റവും വലിയ കൃപാദാനമാകുന്നു. ഇതിന് സമാനമായിട്ട് പല വ്യത്യസ്ത മതങ്ങളിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചിലരൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ സ്രോതസ് അന്വേഷിച്ചു പോവുകയാണെങ്കിൽ പരിശുദ്ധാത്മാവല്ലെന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷകനെയും കർത്താവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും പരിശുദ്ധാത്മ നിറവിനെക്കുറിച്ചുള്ള വചനവെളിപ്പാട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷം ആ വചനവെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് പരിശുദ്ധാത്മാവിൽ നിറയുന്ന സന്ദർഭത്തിൽ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. അവിടെ സ്രോതസ് പരിശുദ്ധാത്മാവാകുന്നു. അവിടെ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന അന്യഭാഷ അത് ആർക്കു മാത്രമേ ലഭിക്കുകയുള്ളൂ? രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിനു മാത്രമേ, പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു ദൈവപൈതലിനു മാത്രമേ, പരിശുദ്ധാത്മാവ് ആത്മാവിൽ വസിക്കുന്ന, ഹ്യൂമൻ സ്പിരിറ്റിൽ വസിക്കുന്ന ഒരു ദൈവപൈതലിനു മാത്രമേ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭ്യമാകുന്ന അന്യഭാഷകൾ പറയുവാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലോകത്തിലുണ്ട്. എല്ലാത്തിനും ലോകത്തിൽ ഡ്യൂപ്ലിക്കേറ്റുകളുണ്ടല്ലോ. ഡ്യൂപ്ലിക്കേറ്റുകൾ ഉള്ളത് കൊണ്ട് ഒറിജിനൽ തെറ്റെന്ന് ആരും പറയുകയില്ല, ഒറിജിനൽ വേണ്ടെന്ന് ആരും പറയുകയില്ല. നമുക്ക് ലഭ്യമായിരിക്കുന്ന നോട്ട്സ്, കറൻസികൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളത് കൊണ്ട് കറൻസികൾ വേണ്ടെന്ന് നമ്മൾ പറയുമോ? ഒറിജിനൽ കറൻസി ഇല്ലാതെയാകുമോ? ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്നതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഒരിക്കലും വിലക്കരുത്, വേണ്ടെന്ന് വയ്ക്കരുത്. പകരം നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു വോക്കൽ മിറക്കിളാണ്, വാചികമാകുന്ന അത്ഭുതമാണ്. സംസാരത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു മഹാത്ഭുതമാണ് അന്യഭാഷയിൽ സംസാരിക്കുക എന്നത്. പഴയ നിയമത്തിൽ ആരും അന്യഭാഷകളിൽ സംസാരിച്ചിട്ടില്ല. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുക, 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ അവിടെ ഗിഫ്റ്റ് ഓഫ് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓർ ഡൈവേഴ്സ് കൈൻഡ്സ് ഓഫ് ടങ്സ്, വിവിധ ഭാഷകളുടെ ഭാഷാ വരത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ 9 കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 9 കൃപാവരങ്ങളിൽ ദൈവസഭയ്ക്ക് വേണ്ടി പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന കൃപാവരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമാകുന്നു. ഇതെല്ലാം ദൈവസഭയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ബാക്കി 7 കൃപാവരങ്ങളും വചനത്തിൻ്റെ ജ്ഞാനം, വചനത്തിൻ്റെ പരിജ്ഞാനം, വിശ്വാസം, രോഗശാന്തികളുടെ വരം, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുവാനുള്ള വരം, പ്രവചന വരം, ആത്മാക്കളുടെ വിവേചന വരം, ഈ 7 കൃപാവരങ്ങളും പഴയ നിയമത്തിൽ ദൈവദാസന്മാർ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ശുശ്രൂഷയിൽ ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാരുടെ ശുശ്രൂഷയിൽ 7 കൃപാവരങ്ങളും വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ എങ്ങും കാണുവാൻ കഴിയാത്തതാണ് പലവിധ ഭാഷകൾ. വേറൊരുവന് പലവിധ ഭാഷകൾ, ഡിഫറെൻറ്റ് kinds of tongues or diverse kinds of tongues, gift of diverse kinds of tongues, പലവിധ ഭാഷകളുടെ കൃപാദാനം. ഇത് നമുക്ക് പഴയ നിയമത്തിൽ എങ്ങും കാണുവാൻ കഴിയുന്നില്ല. അതോടൊന്നിച്ച് തന്നെ ഭാഷകളുടെ വ്യാഖ്യാനവരം, ഇത് നമുക്ക് പഴയ നിയമത്തിൽ എങ്ങും കാണുവാൻ കഴിയുന്നില്ല. ഭാഷകളുടെ വ്യാഖ്യാനവരവും നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നില്ല. ഈ 9 കൃപാവരങ്ങളെ വേണമെങ്കിൽ നമുക്ക് 3 തട്ടുകളായിട്ട് അല്ലെങ്കിൽ 3 ഗ്രൂപ്പുകളായിട്ട്, 3 പ്രത്യേക വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുവാൻ കഴിയുമെന്ന്. റെവലേഷൻ ഗിഫ്റ്റ്സ്, വെളിപ്പെടുത്തലുകളുടെ കൃപാദാനം, അതാണ് വചനത്തിൻ്റെ ജ്ഞാനം, വചനത്തിൻ്റെ പരിജ്ഞാനം, ആത്മാക്കളുടെ വിവേചനം. ഇത് 3ഉം റെവലേഷൻ ഗിഫ്റ്റ്സ് ആകുന്നു. രണ്ടാമതായിട്ട് പവർ ഗിഫ്റ്റ്സ്, വിശ്വാസം, രോഗശാന്തികളുടെ വരം,
മൂന്നാമതായിട്ട് അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള വരം, അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ. ഇത് മൂന്നും പവർ ഗിഫ്റ്റ്സ് ആണ്. മൂന്നാമത്തെ കൂട്ടമാകുന്നു, മൂന്നാമത്തെ വിഭാഗമാകുന്നു വോക്കൽ ഗിഫ്റ്റ്സ്, അല്ലെങ്കിൽ സ്പീക്കിംഗ് ഗിഫ്റ്റ്സ്, അല്ലെങ്കിൽ അട്ടറൻസ് ഗിഫ്റ്റ്സ്, സംസാരിക്കുവാൻ വേണ്ടിയുള്ള കൃപാദാനം. അതിലാകുന്നു അന്യഭാഷകൾ, വിവിധ ഭാഷകളുടെ വ്യാഖ്യാനപരം, പ്രവചനപരം. ഇത് മൂന്നും സ്പീക്കിംഗ് ഗിഫ്റ്റ്സ് ആണ്. ഈ സ്പീക്കിംഗ് ഗിഫ്റ്റ്സിൽ ഏറ്റവും പവർഫുൾ ആകുന്നു അന്യഭാഷയിൽ സംസാരിക്കുക എന്നത്. ഗിഫ്റ്റ് ഓഫ് ഡൈവേഴ്സ് കൈൻഡ്സ് ഓഫ് ടങ്സ്, പലവിധ ഭാഷകളുടെ കൃപാദാനം എന്ന് പറയുന്നത് സ്പീക്കിംഗ് ഗിഫ്റ്റ്സിൽ ഏറ്റവും പവർഫുള്ളാണ്, ഏറ്റവും പ്രൊമിനൻ്റ് ആണ്, ഏറ്റവും ശക്തമാകുന്നു. മറ്റാർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത, ഈ ഭൂമിയുണ്ടായ നാൾ മുതൽ, മനുഷ്യനുണ്ടായ നാൾ മുതൽ ഇന്ന് വരെ മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത കൃപാദാനമാകുന്നു നമുക്ക് ലഭിച്ചിരിക്കുന്നത്, സഭായുഗത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അധികം ശക്തമായിട്ട് ഉപയോഗിക്കേണ്ട കൃപാദാനമാകുന്നു അന്യഭാഷയിൽ സംസാരിക്കുക എന്നത്. നമ്മൾ ചർച്ചിൽ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ തന്നെ എല്ലാ ദിവസവും നമ്മൾ പ്രവചിക്കുകയില്ലല്ലോ. എല്ലാ ദിവസവും ചിലപ്പോൾ രോഗികളുടെ സൗഖ്യം നമ്മളത് നടക്കുന്നതായിട്ട് നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയുകയില്ല. എന്നാൽ എല്ലാ ദിവസവും നമ്മൾ കൂടുന്ന സന്ദർഭത്തിൽ നമുക്ക് അന്യഭാഷയിൽ സംസാരിക്കുവാൻ കഴിയും. എല്ലാ ദിവസവും അന്യഭാഷയിൽ സംസാരിക്കുവാൻ കഴിയും. എപ്പോഴും നമുക്ക് അന്യഭാഷയിൽ സംസാരിക്കുവാൻ കഴിയും. വീട്ടിലായിരിക്കുമ്പോഴും, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും, ഓഫീസിലായിരിക്കുന്ന സന്ദർഭത്തിലും നമുക്ക് എപ്പോഴും അന്യഭാഷകളിൽ സംസാരിക്കുവാൻ കഴിയും. ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള വോക്കൽ മിറക്കിളാകുന്നു, വാചികമാകുന്ന അത്ഭുതമാകുന്നു അന്യഭാഷ എന്ന് പറയുന്നത്. വിശ്വസിക്കുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഇതുവരെയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ പോകുന്നു. നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ ഇപ്പോൾ തന്നെ കഴിയും. ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് അന്യഭാഷകളിൽ സംസാരിക്കുവാൻ കഴിയും. അന്യഭാഷയിൽ നമ്മൾ ആദ്യമായി സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന സന്ദർഭത്തിൽ സൈൻ ഓഫ് ദ ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നതിൻ്റെ അടയാളമായി ലഭിക്കുന്ന അന്യഭാഷയുണ്ട്. അതൊരു തുടക്കം മാത്രമാണ്. എന്നാൽ 1 കൊരിന്ത്യർ 12:10 പറഞ്ഞിരിക്കുന്ന ഗിഫ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടങ്സ്, ഡൈവേഴ്സ് കൈൻഡ്സ് ഓഫ് ടങ്സ്, അതൊരു ഹയർ റിലമാണ്. അതൊരു കൃപാദാനമായിട്ടോട് വ്യാപരിക്കുകയാണ്. ഒരടയാളമായിട്ട് മാത്രമല്ല, ഒരു കൃപാദാനമായിട്ട് നിങ്ങളിൽ പലവിധ ഭാഷകൾ സംസാരിക്കുവാനുള്ള ആ കൃപാദാനം വ്യാപരിക്കുകയാണ്. ഒരു നിമിഷം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ അത് തന്നെ വളരെ വ്യക്തമാക്കുന്നത് അന്യഭാഷ എന്ന് പറയുന്നത് ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല. അന്യഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്നതാകുന്നു. ബുദ്ധിയിൽ നിന്ന് വരുന്നത് നാം പഠിച്ച ഭാഷകളാണ്. നമ്മളിപ്പോൾ മലയാളം പഠിക്കുവാൻ വേണ്ടി എത്ര വർഷമെടുത്തു. ആദ്യം അമ്മ എന്ന് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം 2 വയസ്സുള്ളപ്പോൾ അമ്മ എന്ന് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം എത്രയെത്ര വർഷങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ നിലവാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. അതിൻ്റെ രഹസ്യം എന്താണ്? നമ്മൾ ആ വാക്കുകളെല്ലാം നമ്മുടെ ബ്രെയിനകത്ത് സ്റ്റോർ ചെയ്തു. നമ്മുടെ ബ്രെയിനകത്ത് അത് ശേഖരിക്കുകയുണ്ടായി, സംഭരിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ശേഖരണം നടന്ന ആ വാക്കുകളുടെ കൂട്ടത്തിൽ നിന്നുള്ള വാക്കുകൾ മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. അതല്ലാതുള്ള വാക്കുകൾ നമുക്ക് പറയാൻ കഴിയത്തില്ല. ഞാൻ ഇന്നലെ ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ, ഒരു ദൈവദാസൻ ഉപയോഗിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ, മലയാളത്തിലെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വാക്കുകൾ അത്ഭുതകരമായി എനിക്ക് തോന്നി. അതെനിക്ക് പഠിക്കണമെന്ന് തോന്നി. ഇപ്പം എനിക്കത് ഓർത്ത് പറയാൻ കഴിയുന്നില്ല. കാരണം അതെൻ്റെ ബ്രെയിനകത്തില്ല. അത് എഴുതി വെച്ച് പലവട്ടം നോക്കി പലവട്ടം പറഞ്ഞെങ്കിൽ മാത്രമേ അകത്തത് നിക്ഷേപിക്കപ്പെടുകയോ. അങ്ങനെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന വാക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് മാത്രമേ എനിക്ക് ആ വാക്കുകൾ പിറക്കെടുക്കുവാൻ കഴിയത്തുള്ളൂ. അവിടെ ബുദ്ധിയിലാണ് ഞാൻ മലയാളം പറയുന്നത്. എന്നാൽ അന്യഭാഷ വരുമ്പോൾ ഇതൊന്നും ഞാൻ പഠിച്ചതല്ല. ഇതൊന്നും എൻ്റെ ബ്രെയിനകത്ത് സ്റ്റോർഡ് അല്ല. അപ്പോൾ ഇത് ബ്രെയിനിൽ നിന്ന് വരുന്നതല്ല, എൻ്റെ ആത്മാവിൽ നിന്ന്, സ്പിരിറ്റിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ സ്പിരിറ്റിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാകുന്നു. ഞാൻ വർഷങ്ങൾ കുത്തിയിരുന്ന് പഠിച്ചതല്ല ഈ വാക്കുകളൊന്നും. ഇപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ എനിക്കറിയില്ല. വീണ്ടും അതുപോലെ തന്നെ ആ വാക്കുകൾ തന്നെ എനിക്ക് ആവർത്തിക്കുവാൻ കഴിയും, അറിയത്തില്ല.
പരിശുദ്ധാത്മാവ് സഹായിച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവ് എൻ്റെ അതരത്തിൽ അപ്പോൾ തരുന്ന വാക്കുകൾ ആ നിലവാരത്തിൽ, സ്വർഗീയമാകുന്ന നിലവാരത്തിൽ സംസാരിക്കുവാൻ കഴിയുന്ന ഒരത്ഭുതമാണ് വോക്കൽ മിറക്കിളിലൂടെ സംഭവിക്കുന്നത്. വാചികമാകുന്ന അത്ഭുതത്തിലൂടെ സംഭവിക്കുന്നത്. അന്യഭാഷ വാചികമാകുന്ന ഒരത്ഭുതമാകുന്നു. ഈ പ്രപഞ്ചത്തിൽ നടന്ന അത്ഭുതങ്ങളിലെ ഒരു വലിയ അത്ഭുതം തന്നെയാണ് മനുഷ്യൻ അന്യഭാഷയിൽ സംസാരിക്കുക എന്ന് പറയുന്നത്. നിങ്ങളെ കർത്താവ് ആ മേഖലയിൽ അപ്ഗ്രേഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ ഒന്നോ രണ്ടോ വാക്കുകൾ അല്ല തത്ത ഇങ്ങനെയുള്ള വാക്കുകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നതിൻ്റെ അടയാളമാകുന്ന അന്യഭാഷ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ, അവിടെ നിന്ന് നിങ്ങളെ കർത്താവ് ഒരു അപ്ഗ്രേഡ്, ഒരു ഉയർച്ച നിങ്ങൾക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓഫ് ടങ്സ്, ആമേൻ, സ്പോണ്ടേനിയസ് ആയിട്ട് ടങ്സിൽ സംസാരിക്കുവാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഉയർത്തുവാൻ കഴിയുന്നു. വിശ്വാസത്തോടുകൂടെ ഇപ്പോൾ തന്നെ അത് സ്വീകരിക്കുക. 1 കൊരിന്ത്യർ 14 അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയാണ്. ഒരു ഫിലോസഫറോട് സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മിൽ താല്പര്യം തോന്നുകയില്ല. അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ തൽപരനാകുകയില്ല. അദ്ദേഹത്തിൻ്റെ നിലവാരത്തിലുള്ളവരോട് ആശയവിനിമയം നടത്താനാണ് പൊതുവിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇത് നമ്മളെ ദൈവം തന്നെ ഉയർത്തിയതിനു ശേഷം ദൈവത്തിൻ്റെ നിലവാരത്തിൽ കൊണ്ടുവന്നിട്ട് ദൈവം സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ അവിടുത്തെ ആ ദിവ്യമാകുന്ന ഭാഷയാൽ നിറച്ച്, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ലോകത്തിലുള്ള വിവിധ ഭാഷകളിൽ മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്, ദൈവികമാകുന്ന ഡിവൈനാകുന്ന ലാംഗ്വേജിൽ നമുക്ക് സംസാരിക്കുവാൻ കഴിയും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിക്കുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ നിലവാരത്തിലുള്ള ഭാഷ സംസാരിക്കുവാൻ കഴിയുന്ന ഒരളവിലേക്ക് നമ്മെ ഉയർത്തിയതിന് ശേഷം കർത്താവിനോട് നമുക്ക് സംസാരിക്കുവാൻ അവസരം ലഭിക്കുന്നു. ദൈവത്തോട് സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. സാധാരണ കാര്യമല്ല അവൻ സംസാരിക്കുന്ന. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. മർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ, മിസ്റ്ററീസ് എന്ന് പറയുമ്പോൾ തന്നെ, ഹിഡൻ വിസ്ഡം ഓഫ് ഗാഡ്, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനമാകുന്നു മർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഞാൻ മിസ്റ്ററീസ് ആണ് സംസാരിക്കുന്നത്, മർമ്മങ്ങളാകുന്നു സംസാരിക്കുന്നത്, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനമാകുന്നു സംസാരിക്കുന്നത്. ഓ, അത്ഭുതകരം! ആ ഒരു നിലവാരത്തിലേക്ക് എനിക്ക് കയറിപ്പോകുവാൻ കഴിയുമോ? അതെ, അതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കരുത്. ധാരാളമായി ഉപയോഗിക്കുക, എപ്പോഴും ഉപയോഗിക്കുക. തുടർമാനമായി അന്യഭാഷയിൽ സംസാരിക്കുക. തുടർമാനമായി നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പ്രതലങ്ങൾക്ക് മാറ്റം സംഭവിക്കുവാൻ പോകുന്നു. ഇവിടെ അന്യഭാഷയിൽ സംസാരിച്ച 1-ാമത്തെ ദിവസം തന്നെ അവിടെ അഗ്നി പ്രത്യക്ഷമായില്ലേ? അഗ്നി 2-ാമത്തെ അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഗ്ലോറി മാനിഫെസ്റ്റേഷൻ ഉണ്ടാകും. തുടർമാനമായിട്ട് അന്യഭാഷയിൽ സംസാരിക്കുക, മണിക്കൂറുകൾ അന്യഭാഷയിൽ സംസാരിക്കുക. അന്യഭാഷയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഗ്ലോറി മാനിഫെസ്റ്റേഷൻ ഉണ്ടാകും. ദൈവത്തിൻ്റെ തേജസ് പ്രകടമാകും. നിങ്ങൾക്ക് ചുറ്റും തന്നെ കാണത്തക്കവണ്ണം ദൈവത്തിൻ്റെ തേജസ് പ്രകടമാകട്ടെ. ഇനിയും അത് കാണത്തക്കവണ്ണം അല്ലെങ്കിൽ പോലും അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഗ്ലോറിയുടെ ഒരു വലയം വരികയാണ്. ഗ്ലോറി കാരിയേഴ്സ് ആകുന്നു. നാം ഓരോരുത്തരും ഗ്ലോറി കാരിയേഴ്സ് ആകുന്നു. ആ ഗ്ലോറിയെ ആക്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു സ്വർഗീയ ഭാഷയാകുന്നു അന്യഭാഷ, അതർ ടങ്സ്. ഈ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് വലിയ സാധ്യതകളുണ്ട്. വലിയ സാധ്യതകളുണ്ട്. വലിയ സാധ്യതകളിൽ ഒരു മേഖല ഞാൻ പരാമർശിക്കാം. ഇപ്പോൾ ദൂതന്മാരുമായുള്ള ബന്ധത്തിൽ ആത്മാക്കളാകുന്ന ദൂതന്മാർ നമ്മെ സഹായിക്കുന്നുണ്ട്. കാരണം ആത്മലോകം, ഈ പ്രകൃതിയുടെ തലത്തിനപ്പുറത്തുള്ള ആത്മലോകം ഒരു യാഥാർത്ഥ്യമാകുന്നതിനാൽ ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ വസ്തുലോകത്തിൽ ജീവിക്കുന്നു എങ്കിൽ പോലും, പ്രകൃതിയുടെ ഒരു തലത്തിൽ നമ്മൾ ആയിരിക്കുന്നു എങ്കിൽ പോലും നമുക്ക് ചുറ്റും ആത്മലോകം സജീവമാകുന്നു. പിശാചുക്കൾ ഇവിടെ ഈ ആത്മലോകത്തിലുണ്ട്, ദൂതന്മാർ ഈ ആത്മലോകത്തിലുണ്ട്, ദൈവം പരിശുദ്ധാത്മാവ് കർത്താവാകുന്ന യേശുക്രിസ്തു ആത്മലോകം സജീവമാകുന്നു.
ആത്മലോകം സജീവമാകുന്നതിനാലാണ് ആത്മാക്കളാകുന്ന ദൂതന്മാരെ നമുക്ക് ദൈവം കാവലാക്കി നൽകിയിരിക്കുന്നത്. വചനം നിങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ, സാഹചര്യങ്ങളുമായുള്ള ബന്ധത്തിൽ, നിങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ഏറ്റുപറയുകയാണെങ്കിൽ ദൂതന്മാർ സജീവമാകും. എന്നാൽ രണ്ടാമതൊരു സാധ്യത കൂടെ ഞാൻ പറയാം. 1 കൊരിന്ത്യർ അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ ഒരു പരാമർശം കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും, അവിടെ ലോജിക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളവിടെ വിവേകം ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് എവിടെ വരെ എത്തിച്ചേരുവാൻ കഴിയും? ദൂതന്മാരുടെ ഭാഷയിൽ വരെ നമുക്ക് സംസാരിക്കുവാൻ കഴിയും. ദൂതന്മാരുടെ ഭാഷയിൽ വരെ സംസാരിക്കുവാൻ കഴിയും. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഏഞ്ചലിക് ലാംഗ്വേജിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, ഏഞ്ചൽസ് സംസാരിക്കുന്ന ആ ഭാഷയുടെ നിലവാരത്തിലേക്ക് നിങ്ങൾ കയറിപ്പോവുകയാണെങ്കിൽ, അന്യഭാഷയിൽ സംസാരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദൂതന്മാരെ ആക്ടിവേറ്റ് ചെയ്യുവാൻ കഴിയും. വചനം പറയുമ്പോൾ ദൈവദൂതന്മാർ ആക്റ്റീവ് ആകുന്നത് പോലെ, സജീവമാകുന്നത് പോലെ, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ദൈവദൂതന്മാർ സജീവമാകും, ആക്റ്റീവാകും. എത്ര വലിയ സാധ്യത! ഒരു പ്രതിസന്ധിയുടെ മുൻപിലായിരിക്കുന്നു. ആ പ്രതിസന്ധിയുടെ മുൻപിലായിരിക്കുന്ന സന്ദർഭത്തിൽ ദൂതന്മാരെ ആക്ടിവേറ്റ് ചെയ്യണം. പെട്ടെന്ന് ദൈവത്തിൻ്റെ വചനം ഏറ്റുപറയുക. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. അതിനുശേഷം അന്യഭാഷ പറയുക. ദൂതന്മാർ ആക്ടിവേറ്റ് ആകും. നിങ്ങൾ തന്നെ ശുശ്രൂഷയിലായിരിക്കുന്നവരെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആലോചനകളുടെ ഒഴുക്കുകൾ തടസ്സപ്പെടുന്നതായി മനസ്സിലാകുന്നു എങ്കിൽ പെട്ടെന്ന് തന്നെ അന്യഭാഷയിൽ സംസാരിക്കുക. അവിടെ ആലോചനകളുടെ ഒഴുക്ക് ബ്രേക്കായ ആ സ്ഥലത്ത് നിങ്ങൾക്ക് ആലോചനകൾ ലഭിക്കുവാൻ തക്കവണ്ണം അവിടെ അന്യഭാഷ ഒരു ഉപകരണമായി, ഒരു ടൂളായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ കൃപാദാനത്തെ അവിടെ നിനക്ക് ഒരു പുതിയ വാതിൽ തുറക്കുവാൻ വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയും, ഒരു താക്കോലായിട്ട് ഉപയോഗിക്കുവാൻ കഴിയും. എത്ര വലിയ സാധ്യതകളാണ്! എത്ര വലിയ വലിയ സാധ്യതകളാണ്! ശാരീരിക സൗഖ്യവുമായുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ദൈവത്തിൻ്റെ ജീവനെ നിങ്ങൾക്ക് ശരീരത്തിൽ കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഏറ്റവും നല്ല ഉപകരണമാണ് ദൈവത്തിൻ്റെ വചനം ഏറ്റുപറയുക. Confessing the word of God. Confessing the word of God is a transporting vehicle from your spirit to your body. bypassing your soul. നിന്റെ പ്രാണനെയും നിന്റെ ബുദ്ധിമണ്ഡലത്തെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് നിനക്ക് നിന്റെ ആത്മാവിൽ നിന്ന് ദൈവത്തിൻ്റെ ജീവനെ ശരീരത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഉപാധിയാകുന്നു confess the word of God. മറ്റൊരു ഉപാധിയുടെ ഞാൻ പറയാം. സ്പീക്ക് ഇൻ ദി ലാംഗ്വേജ്, സൂപ്പർ നാച്ചുറൽ ലാംഗ്വേജ്. പ്രകൃതിയാതീതമാകുന്ന അമാനുഷികമാകുന്ന ഈ ഭാഷയിൽ നീ സംസാരിക്കുകയാണെങ്കിൽ നിന്റെ ആത്മാവിനെ പെട്ടെന്ന് തന്നെ നിനക്ക് നിന്റെ ശരീരവുമായി കണക്ട് ചെയ്യുവാൻ കഴിയും. കാരണം അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ബുദ്ധിമണ്ഡലം സജീവമാകേണ്ട കാര്യമില്ല. ബുദ്ധിയെ ബൈപ്പാസ് ചെയ്ത്, സോളിനെ ബൈപ്പാസ് ചെയ്ത് നിന്റെ ആത്മാവിൽ നിന്ന് ദൈവത്തിൻ്റെ ജീവനെ ശരീരത്തിൽ കൊണ്ടുവരുവാൻ, ആത്മാവിനെയും ശരീരത്തെയും തമ്മിൽ കണക്ട് ചെയ്യുവാനുള്ള മറ്റൊരു നല്ല ഉപാധിയാകുന്നു അന്യഭാഷകളിൽ സംസാരിക്കുക. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകൾ പറയുവാനുള്ള അനുഗ്രഹത്തിൻ്റെ സന്ദേശങ്ങൾ അന്യഭാഷയുമായുള്ള ബന്ധത്തിലുണ്ട്. നിങ്ങൾ പഠിക്കുക. ഇതൊരു ആപ്പിറ്റൈസർ മാത്രമാകുന്നു. ഇത് നിങ്ങൾക്ക് കൊതി വരുവാൻ വേണ്ടിയുള്ള ഒരു സന്ദേശം മാത്രമാകുന്നു. ഈ സന്ദേശം കേട്ട് നിങ്ങൾക്ക് കൊതി വന്നതിന് ശേഷമായിട്ട് നിങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങുക, അന്യഭാഷയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക, അത് പ്രായോഗികമാക്കുക, ജീവിതത്തിൽ വിജയികളായിത്തീരുക. വോക്കൽ മിറക്കിൾ, വാചികമാകുന്ന അത്ഭുതം അന്യഭാഷയിൽ സംസാരിക്കുക. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അത്ഭുതകരമാകുന്ന ഒരു ദൈവപ്രവൃത്തി ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഇപ്പോൾ സംഭവിക്കട്ടെ, ഈ നിമിഷത്തിൽ സംഭവിക്കട്ടെ. രോഗികൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. രോഗബാധകൾ വിട്ടുപോകട്ടെ. ആമേൻ. സിസ്റ്റം ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ്,
അതേപോലെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ലിവറിന് വന്നിരിക്കുന്ന കേടുകൾ സൗഖ്യമാകട്ടെ. കിഡ്നികൾ, അവയവങ്ങൾക്ക് വന്നിരിക്കുന്ന കേടുകൾ സൗഖ്യമാകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുത വഴികളെ തുറക്കണം കർത്താവേ. പാതകൾ അടഞ്ഞു പോയവർക്ക് വേണ്ടി പാതകൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രകൾ തടയപ്പെട്ടു പോയവർക്ക് വേണ്ടി യാത്രകൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയിലായിരിക്കുന്നവർ, ദുഃഖത്തിലായിരിക്കുന്നവർ, അവിടെ നിന്ന് അവരെ ഉദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക കടബാധ്യതയിലായിരിക്കുന്നവരെ ഉദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ദയവായി അപേക്ഷിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.